ഈ പോലീസുകാരെ ഇടികൊണ്ട് ജയിലിൽ കിടക്കുന്ന രാഷ്ട്രീയക്കാരെ പൊതുജനത്തിന് വലിയ ബഹുമാനം. ഒരു വലിയ രാഷ്ട്രീയ നേതാവാകാനുള്ള ഗോൾഡൻ ചാൻസാ അമ്മ കളഞ്ഞത്. എടാ, ഞാൻ പറഞ്ഞത് ഇനി നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ഓർത്തോടാ അവൻ ഇങ്ങനെ കൊടുംചത് ചെയ്യൂന്ന്, എന്നെ ജാമ്യത്തിലിറക്കുമെന്ന്. അവളും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക അമ്മേ. ഓ, തുലാവർഷ കുരുപ്പ്. അവളൊക്കെ ഇടിയേ. അമ്മേ, അവളെന്റെ മകളാ. ഞാൻ നൊന്ത് പ്രസവിച്ചത് അവളെ. പോട്ടെ, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. രാജു, നിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. എന്താ സർ? എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് തകിടം മറിഞ്ഞില്ലേ? ഹോം മിനിസ്റ്റർ സദാശിവം സാറ് ഇത് അറിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ചിലപ്പോൾ വിളിക്കും. ഞാൻ ഫോൺ എടുക്കില്ല, നീ അറ്റൻഡ് ചെയ്യണം. ഇലക്ഷനൊക്കെ അല്ലേ വരാൻ പോകുന്നത്. ചേച്ചിയുടെ കേസ് ഞാൻ ഏറ്റെടുത്തതിന് എൻ്റെ പേരിൽ പാർട്ടി നടപടി ഉണ്ടാവും. ചിലപ്പോ അച്ചടക്ക ലംഘനത്തിന് എന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിന്ന് വരും. എന്ത് തീരുമാനം എടുത്താലും എനിക്കൊന്നുമില്ല. ഞാൻ റെസ്റ്റാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. സർ, അങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നത് ശരിയാണോ? ഒളിച്ചോട്ടെന്നൊക്കെ അവർ വിധി എഴുതും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. എനിക്കാരോടും ഒന്നും സംസാരിക്കാൻ ഒരു മൂടുമില്ല. ഈ സാറിന് ഇപ്പോൾ ഉണ്ടായി ഈ ടെൻഷൻ, അത് സാറ് സ്വയം വരുത്തി വെച്ചതാ. ഞാൻ പറയുന്നത് തെറ്റല്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എങ്കിലും ധിക്കാരം പറയാണെന്ന് കരുതി സാറിനെന്നെ തല്ലാം. കൂടപ്പറപ്പിനോട് സ്നേഹമൊക്കെ ആവാം, പക്ഷേ ഇത് ഇത്തിരി ആന്തരികവിയ. സാർ എത്ര കാലം കൊണ്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് സാറിന്റെ ഇമേജ്. അഴിമതിയുടെ കറ പുരളാത്ത രാഷ്ട്രീയ നേതാവെന്ന ഒരു പ്രതിച്ഛായ. ആർക്ക് വേണ്ടിയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും സാറിന്റെ മുഖം സാർ തന്നെ വികൃതമാക്കിയില്ലേ? രാജു, സത്യം പറയുമ്പോ സാർ എന്തിനാ ഇങ്ങനെ പാനിക്കാവുന്ന? ഞാൻ ചോദിച്ചത് സത്യമല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി ആരെങ്കിലും ഇങ്ങനെ സ്വയം നാണം കെടൂ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എന്ത് ചെയ്താലും ഇത് ചെയ്യരുതായിരുന്നു. പിന്നെ എന്റെ ചേച്ചി തെറ്റാര് ചെയ്താലും അവര് ശിക്ഷിക്കപ്പെടണം. ആ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധക. സർ, ചരിത്രം ചരിത്രമായിട്ട് തന്നെ നിൽക്കും. ചരിത്ര പുസ്തകത്തില് സാറിന്റെ പ്രൊഫൈൽ എഴുതി ചേർക്കുന്നത് കള്ളനെന്നായിരിക്കും. ഞാൻ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാള് ഇങ്ങനെ ഒരു കാര്യമില്ലാതെ നാണം കിടന്നതില് സാർ എനിക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, രാജു, എല്ലാവർക്കും ദൈവം കണ്ണു തന്നിരിക്കുന്നത് എല്ലാം കാണാനാ. ചുറ്റുപാടുകളെ, ചുറ്റുപാടുള്ള സത്യങ്ങളെ. പക്ഷെ സാറ് മാത്രം ചിലതേ കാണും. അതൊരു കുഴപ്പം തന്നെയാ. നീയേ എന്റെ അവസ്ഥ മനസ്സിലാക്കാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ. എന്തവസ്ഥ അമ്മേ? എല്ലാ കാര്യങ്ങളും ഞാനും അങ്കിളും കൂടി വ്യക്തമായി പറഞ്ഞല്ലേ? ഋതുമോളെ, അവിടെ അമ്മയും മോനും കൂടെ ഭയങ്കര അടി.
അടിയോ? അടിയെന്ന് പറഞ്ഞ വഴക്ക്. എന്താ കാര്യം? അതെനിക്കറിയില്ല. മുറിവാതിക്കൽ ഒളിച്ചു നിന്ന് കേൾക്കുന്നത് എന്റെ ശീലമല്ലല്ലോ. എനിക്കും ആ ശീലം ഇല്ല. പക്ഷേ ഇപ്പൊ അതൊരാവശ്യം. അവരെന്റെ ശത്രുക്കളാ. അമ്മയെല്ലാം കൊളാക്കിന്ന് പറഞ്ഞാ മതിയല്ലോ. എടാ ഞാൻ എന്ത് ചെയ്യാനാടാ ദീപക്കെ? അവൻ കേറി വന്ന് ഇങ്ങനെ എല്ലാം തകിടം മറിക്കുമെന്ന് ഞാൻ കരുതിയോ? സദാശിവൻ സാറ് നേരിട്ട് വന്ന് കണ്ടാലേ കാര്യങ്ങൾ ശരിയാവൂ. സാറല്ലാതെ ഫോൺ എടുക്കില്ല. അമ്മേ, ആ പോലീസ് ഉദ്യോഗസ്ഥരോട് മെക്കിട്ട് കയറണമെന്നും തർക്കുത്തരം പറയണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. എടാ അത് തന്നെയല്ലേ ഞാൻ അവിടെ ചെയ്തോണ്ടിരുന്നത്. എന്നിട്ടാണോ അവര് വെറുതെ വിട്ടത്? അമ്മേ, നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞില്ലേ അമ്മേ? നാശം പിടിക്കാനായിട്ട് ആ പ്രതാപൻ ഇങ്ങനെ കേറി വരുമെന്നും ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന ഞാൻ അറിഞ്ഞോ? അമ്മയ്ക്ക് ആ പോലീസുകാരെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അടിയും വാങ്ങി സെൻട്രൽ ജയിലിലേക്ക് പോവായിരുന്നില്ലേ? പത്രങ്ങളായ പത്രങ്ങൾ മുഴുവനും അമ്മയെക്കുറിച്ച് എഴുതണം. ചാനലായ ചാനൽ മുഴുവൻ ഈ വാർത്ത എക്സ്ക്ലൂസീവ് ആവണം. അന്തിചർച്ചകൾ നടക്കണം. അങ്ങനെ അമ്മ ഒരു പൊളിറ്റിക്കൽ ഹീറോ ആവണം. ഈ പോലീസുകാരെ ഇടികൊണ്ട് ജയിലിൽ കിടക്കുന്ന രാഷ്ട്രീയക്കാരെ പൊതുജനത്തിന് വലിയ ബഹുമാനം. ഒരു വലിയ രാഷ്ട്രീയ നേതാവാകാനുള്ള ഗോൾഡൻ ചാൻസാ അമ്മ കളഞ്ഞത്. എടാ ഞാൻ പറഞ്ഞത് ഇനി നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ഓർത്തോടാ അവൻ ഇങ്ങനെ കൊടുംചതി ചെയ്യൂന്ന്, എന്നെ ജാമ്യത്തിലിറക്കുമെന്ന്. നിങ്ങൾ എന്താ പറഞ്ഞ? ഞാനെന്തു പറഞ്ഞു? അച്ഛൻ നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കിയത് തെറ്റായി പോയെന്ന അർത്ഥത്തിലാണല്ലോ നിങ്ങളെ സംസാരിച്ചത്. അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. അങ്ങനെ തന്നെ. ഈശ്വര, അങ്ങനെയല്ല. പ്രതാപൻ എന്നെ ഏത് നേരത്താ വന്ന് ഇറക്കുന്നാ ഞാൻ ഉദ്ദേശിച്ചേ. അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ പറയുന്ന വാക്കുകളുടെ ചില അറ്റവും തുമ്പൊക്കെ കേട്ടിട്ട് നീ എന്തിനാണ് തർക്കിക്കുന്നത്? ഡാ നിങ്ങളുടെ അമ്മയുടെ മകന്റെ വേലത്തരൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. അമ്മയും മകനും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. എന്താണ് അടുത്ത പരിപാടി? ബോംബ് വെക്കലോ അതോ വേറെന്തെങ്കിലും? ദേ മുറിക്കകത്ത് കേറി വന്നേ വേണ്ടാത്ത അപവാദം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്? എന്താ ഇതിനകത്ത്? രാജു, അച്ഛൻ ഇവരെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയത് തെറ്റായി പോയെന്ന അർത്ഥത്തില് ഇവര് സംസാരിച്ചു. ഇവര് എന്തൊക്കെയോ മറച്ചു വെച്ച സംസാരിക്കുന്ന എന്തോ ഗൂഢാലോചന ഇവർക്കുണ്ട്.